നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിന്റെ മൗനം ചർച്ച ചെയ്യാനുണ്ട്. വീണ ടീയുമായി ബന്ധപ്പെട്ട് ലോക്കറിൽ അന്വേഷണം തുടരാൻ പോവുകയാണ്. ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതും നിൽക്കുകയാണ്. കാരണം ഇ ഡി പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ആണ് ലഭിക്കുന്നത്. കട്ടിളപ്പാളി മാറ്റിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ട്വിസ്റ്റും ആൻറ്റി ക്ലൈമാക്സും നിറയുകയാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്നതും കൂടി അന്വേഷിക്കണം. എന്തായാലും 9 മണി വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകളും ലോകത്തിന് ആശങ്കയായി പശ്ചിമേഷ്യ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലേക്ക്. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷവും വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ്. ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് കരാറിലില്ലെന്ന് സൂചന. ഫെബ്രുവരി 28-ന് അമേരിക്ക വധിച്ച ആയത്തുള്ള ഖമനിയുടെ സംസ്കാരത്തിന് ഒരുക്കം തുടങ്ങി ഇറാൻ. CMR ലെക്സാലോജി കേസ് വീണ ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ഇ ഡി. വീണയ്ക്ക് ഇ ഡി ഉടൻ സമൻസ് അയക്കും. ഇ ഡി ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവിന്ന്. പ്രധാന പ്രതി പാളയം സന്തോഷിനായി ലുക്കൌട്ട് നോട്ടീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക ശാസ്ത്രീയ റിപ്പോർട്ട് SITക്ക് കൈമാറി. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് കണ്ടെത്തൽ. കൊള്ളയടിച്ചത് കട്ടിളപ്പാളിയിൽ പൂശിയ സ്വർണമെന്ന റിപ്പോർട്ടിൽ പരാമർശമെന്ന് സൂചന. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം രൂക്ഷം. കടുംപിടുത്തം തുടർന്ന് CPI. KN ബാലഗോപാലിനായി CPMന്റെ നീക്കം. നിയമസഭാ കക്ഷിയോഗം ചേരാനാകാതെ ഇടതുമുന്നണി. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ പ്രഖ്യാപിക്കും. പേര് നിർദ്ദേശിക്കുന്നതിനൊപ്പം സ്വന്തക്കാർക്കായി സമ്മർദ്ദം ശക്തമാക്കി സിദ്ധരാമയ്യ. കൂടുതൽ മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം. PCC അധ്യക്ഷ സ്ഥാനം മാത്രം പോരാ, മന്ത്രിയുമാക്കണമെന്ന് സതീഷ് ജർക്കിഹോളി. വൈകിട്ട് നിയമസഭാ കക്ഷിയോഗം. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ഉണ്ടായേക്കും. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കർഷകനെ ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് പുല്ലേർക്കാട് സ്വദേശി മോഹനൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന KP ധനപാലൻ അന്തരിച്ചു. അന്ത്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. CPM നേതാവും കോഴിക്കോട് മുൻ മേയറുമായ TP ദാസനും വിട. മുൻമന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെ. IPL ഗുജറാത്ത് ബംഗളൂരു ഫൈനൽ. രാജസ്ഥാനെ 7 വിക്കറ്റിന് ഗുജറാത്ത് തകർത്തു. ശുഭ്മൻ ഗില്ലിന് സെഞ്ചുറി. തകർപ്പൻ പ്രകടനവുമായി വീണ്ടും വൈഭവ് സൂര്യവംശി. വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇറാൻ US വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. വെടിനിർത്തൽ ധാരണയിൽ നിലപാട് ട്രംപ് അറിയിച്ചിട്ടില്ല. വൈറ്റ് ഹൗസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതേയില്ല. അജയ് സുധാബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നു നിർണായകമായ മീറ്റിംഗിലേക്ക് കടക്കുകയാണ്, അതിനുശേഷം ഒരു തീരുമാനം വ്യക്തമാക്കും. ഒന്നുകിൽ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് വരുമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ ഒരു പ്രസ് ബ്രീഫിംഗ്. ഇത് രണ്ടും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൽ നിന്നോ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള മറുപടി കിട്ടുന്നുമില്ല. ഇനി കിട്ടാൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ഹരി, എല്ലാവരും തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയിലേക്കാണ്. കാരണം US-ഉം ഇറാനും തമ്മിൽ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയായതായിട്ട് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്. എന്നാൽ ട്രംപ് ഇതിന് അംഗീകാരം നൽകാനുണ്ട് എന്നതും കഴിഞ്ഞ ദിവസം ഇതിനോടൊപ്പം ചേർത്ത് തന്നെ പുറത്തു വന്നിരുന്നു. US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ആണെങ്കിലും അതുപോലെ മറ്റ് നിരവധി നേതാക്കളാണെങ്കിലും എല്ലാവരും ഇക്കാര്യം എടുത്ത് സൂചിപ്പിച്ചതാണ്. ട്രംപ് ഇക്കാര്യത്തിൽ ഒരു അംഗീകാരം നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യം എടുത്തു തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ വിശദാംശങ്ങളിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ വരുത്തേണ്ട ചില വിട്ടുവീഴ്ചകളെ സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ വിഷയം സംബന്ധിച്ച് തന്നെയാണ്. അതായത് ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ പാടില്ല എന്നുള്ള വ്യവസ്ഥ തന്നെ ട്രംപ് ആദ്യം എടുത്തു പറയുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ടും തുറക്കണം, അതുവഴി ഗതാഗതം അനുവദിക്കണം എന്നുള്ള വ്യവസ്ഥ പറയുന്നു. അതുപോലെ ഹോർമുസിൽ യാതൊരുവിധ ടോളും പിരിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ കൂടി ട്രംപ് സൂചിപ്പിക്കുകയുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർ വാട്ടർ മൈനുകൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇറാൻ പൂർണ്ണ
പൂർണ്ണമായിട്ടും ചെയ്യുകയാണെങ്കിൽ അമേരിക്കയും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെ ഉപരോധം അവസാനിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തടഞ്ഞു വെച്ചിട്ടുള്ള കപ്പലിലുള്ള മറ്റ് ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാനാകും എന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഈ ആണവ വിഷയം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ്. അതായത് US അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് 2 മാസം മുമ്പ് ഇറാനിലെ ആണവ സംവിധാനങ്ങൾ തകർത്തിരുന്നു. അപ്പോൾ ഈ തകർത്തപ്പോൾ മിച്ചം വന്ന ചില ന്യൂക്ലിയർ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അത് ട്രംപ് എടുത്ത് സൂചിപ്പിക്കുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം തന്നെയാണ്. ഈ യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിൽ US നശിപ്പിക്കും എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ട്രംപ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കരാർ അംഗീകൃതമാകുന്നത് വരെ ഇറാന് യാതൊരു തരത്തിലുള്ള പണമിടപാടും നടത്താൻ അനുവദിക്കുന്നതല്ല എന്നുകൂടി ട്രംപ് ഈ ഒരു പോസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവസാനമാണ് ട്രംപ് പറയുന്നത് താൻ വൈറ്റ് ഹൗസിൽ ഒരു യോഗം ചേരാൻ പോവുകയാണ് ദേശീയ സുരക്ഷാ സമിതിയുമായി. ഈ യോഗത്തിന് ശേഷം താൻ ഒരു അന്തിമ തീരുമാനം അറിയിക്കും എന്ന് ട്രംപ് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ആ ഒരു യോഗമെന്ന് പറയുന്നത്. യോഗം കഴിഞ്ഞ് എല്ലാവരും ട്രംപ് വൈറ്റ് ഹൗസിൽ സ്ഥിരം മാധ്യമങ്ങളെ കാണുന്നത് പോലെ ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളെ ഉദ്യോഗസ്ഥരോടൊപ്പം കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരമൊരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടായില്ല. പിന്നീട് ട്രംപിൻ്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഉണ്ടാകുമെന്നും എല്ലാവരും കരുതി. പക്ഷേ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. 2 മണിക്കൂറാണ് ഈ യോഗം നീണ്ടു നിന്നത്. ഈ സുരക്ഷാ സമിതിയിലെ ഉദ്യോഗസ്ഥർ ട്രംപിനോട് നിലവിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതിലേക്കാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറയേണ്ടതായിട്ടുള്ള അലി ഖമനിയുടെ സംസ്കാരം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ്. അജയ്, നമുക്ക് അതിനെക്കുറിച്ചും കൂടി സംസാരിക്കണം. 37 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പരമോന്നത നേതാവ്, അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ടിയൊരു ഗ്രാൻഡ് ഫ്യൂണറൽ തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ നടത്തുന്നതെങ്കിൽ പോലും ഏപ്രിൽ മാസത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. ഇതിപ്പോൾ എങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അയത്തുള്ള അലി ഖമനേയി അത് ഈ ആക്രമണങ്ങൾ ആരംഭിച്ച ആദ്യ പശ്ചാത്തലത്തിൽ തന്നെ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. ഫെബ്രുവരി 28-നാണ് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി അയത്തുള്ള അലി ഖമനേയുടെ മരണം ഇസ്രയേലും അമേരിക്കയും സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇറാൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിരുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം സംസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തീയതി ഉൾപ്പെടെ നിശ്ചയിച്ചതാണ്. പക്ഷേ അന്ന് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാരം ഉണ്ടായില്ല. തുടർന്ന് മറ്റൊരു തീയതിയിലേക്ക് ഉൾപ്പെടെ അത് മാറ്റിവെച്ചു. പക്ഷേ ഈ സംസ്കാര ചടങ്ങ് നടക്കാതെ അത് പിന്നീട് നീണ്ടുപോവുകയായിരുന്നു. പിന്നീട് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായിരുന്നു. അതിന് നിരവധി പേരുകൾ വന്നിരുന്നു. പക്ഷേ എല്ലാ പേരുകളെയും തള്ളി അവസാനം അയത്തുള്ള അലി ഖമനേയുടെ മകനായിട്ടുള്ള മുജിതബ ഖമനേയി തന്നെ ഈ സ്ഥാനത്തേക്ക് കയറിപ്പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ മുജിതബ ഖമനേയി ആണെങ്കിലും ഇതുവരെ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ അയത്തുള്ള അലി ഖമനേയുടെ വധത്തിനായി US നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ മുജിതബ ഖമനേയും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനകൾ, മീഡിയ ബ്രീഫിങ്ങുകളെല്ലാം ചില രേഖകളായി ഉൾപ്പെടെ പുറത്തു വന്നു. അതുപോലെ അദ്ദേഹത്തെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുതര പരിക്കുകളേറ്റ് മുജിതബ ചികിത്സയിലാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പിന്നീട് വന്നത്. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ മുജിതബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളും, അയാൾ ഗുരുതര പരിക്കുകളായിട്ട് ചികിത്സയിലാണ് അല്ലെങ്കിൽ അയാൾ റഷ്യയിലാണ്, ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം പ്രചരിക്കുന്നതിനിടയിലും ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ അത് സംബന്ധിച്ച് ഇറാൻ ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ജനങ്ങൾ അവിടെ ടെഹ്റാനിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും തടിച്ചുകൂടി. ഇപ്പോൾ ആളുകൾ പല സമ്മേളനങ്ങൾ നടത്തി, അനുശോചനം രേഖപ്പെടുത്തി, ആളുകൾ മുദ്രാവാക്യം മുഴക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇറാൻ്റെ സ്റ്റേറ്റ്സ് TV വഴിയൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ ഒരു പൊതു ചടങ്ങായിട്ട് ഇത് നടക്കുമ്പോഴുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇറാനിലെ ചില മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്രായേലോ അമേരിക്കയോ ഈ ഒരു ചടങ്ങിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അത്തരം നേതാക്കളുടെ ജീവന് ഭീഷണിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിലവിലെ സാഹചര്യത്തിൽ
ഇറാനെ സംബന്ധിച്ച് അവർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി നേരിടുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ തലത്തിൽ ചില ഭിന്ന അഭിപ്രായങ്ങളൊക്കെ നേതാക്കൾക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഭിന്ന അഭിപ്രായങ്ങൾ, ഈ തർക്കങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് അതുപോലെ ഇറാനിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒതുക്കിയതിന് ശേഷം ഈ സംസ്കാര ചടങ്ങ് നടത്താം എന്നതായിരുന്നു അവരുടെ ഒരു തീരുമാനം. എന്തായാലും ഇപ്പോൾ US-മായി ഒരു സമാധാന കരാറിൻ്റെ തുമ്പത്താണെങ്കിലും എത്തി നിൽക്കുകയാണ്. ഇനി ട്രംപിൻ്റെ ഒരു തീരുമാനം മാത്രമാണ് അറിയാനുള്ളത്. അതുപോലെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഡിസിഷൻസ് കൂടി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ കരാർ പൂർണ്ണമായി ഒരു വെടിനിർത്തൽ കരാർ സംജാതമായതിനു ശേഷം ഈ സംസ്കാരം നടത്താം എന്നുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫ്യൂണറൽ തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് വേണ്ടി ഇറാൻ ഒരുക്കുന്നതാണ് നിലവിൽ അണിയറയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അതാണ് സാഹചര്യം. വിജയസുധാഭിഷമാണ് വിശദാംശങ്ങൾ പൂർണ്ണമായും നൽകിയത്. നമ്മൾ കർണാടകയിലേക്ക് വരുമ്പോഴേക്കും സിദ്ധരാമയ്യയ്ക്ക് പിൻഗാമിയാകാൻ DK ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് DK ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ നടക്കും. 10 മന്ത്രിമാർ DK ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് സുപ്രധാന വകുപ്പ് ലഭിക്കും എന്നാണ് സൂചനകളും കിട്ടുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം നവംബറോടുകൂടി തന്നെ ഈ മാറ്റങ്ങൾ ആഗ്രഹിച്ച് വരുന്നതാണ്. അതിനിടയിൽ സിദ്ധരാമയ്യ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം പറയുന്നു രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെക്കുന്നു, താൻ MLA ആയി തന്നെ തുടരുമെന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എൻ്റെ മകന് സുപ്രധാനമായ പദവികൾ, ജലസേചന വകുപ്പ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് നീക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗം ഉണ്ടാകും. DK ശിവകുമാറിനെ സിദ്ധരാമയ്യ അടുത്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. VR കാർത്തിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, അങ്ങനെ മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പ്, DK ശിവകുമാർ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നത് സംബന്ധിച്ചും ധാരണ ഉണ്ടായിട്ടുണ്ടോ? ക്യാബിനറ്റ് റീഷഫ്ലിംഗ് എങ്ങനെയായിരിക്കും? കർണാടകയിൽ ഇനി DK ശിവകുമാർ യുഗമായിരിക്കും. മുഖ്യമന്ത്രിയായി DK ശിവകുമാർ തിരഞ്ഞെടുക്കപ്പെടും എന്നുറപ്പാണ്. എന്നാൽ മന്ത്രിസഭയിൽ ആരൊക്കെ, അതാണ് കന്നഡ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ ആകാംക്ഷ. കാരണം സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറിനും ചില താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങൾ എങ്ങനെ കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭാ രൂപീകരണ ഫോർമുലയിൽ പരിഗണിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് വൈകിട്ട് ചേരുന്ന നിയമസഭാ കക്ഷിയോഗമാണ് ഏറ്റവും നിർണായകം. ഈ നിയമസഭാ കക്ഷിയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ളവർ പങ്കെടുക്കും. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും നിയമസഭാ കക്ഷിയോഗം. ഈ യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെ DK ശിവകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കും. ഇതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ DK ശിവകുമാറിൻ്റെ പേര് സിദ്ധരാമയ്യ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശമായി കൂടി പുറത്തേക്ക് നൽകാൻ കഴിയും എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. നമുക്കറിയാം, രാജി തീരുമാനിച്ച ദിവസം മുതൽ, അതായത് പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്ന മന്ത്രിസഭാംഗങ്ങൾ കഴിക്കുന്നു. അതിനുശേഷം സിദ്ധരാമയ്യയുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്ന DK ശിവകുമാർ ഇന്നലെ ഒരുമിച്ചിരുന്ന ഉച്ചഭക്ഷണം കഴിക്കുന്ന ഇരുവരും, അങ്ങനെ പല ഘട്ടങ്ങളിലായി ഐക്യത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് അണികൾക്ക് ഒരു സന്ദേശം നൽകാൻ നേതൃത്വത്തിന് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അണിയറയിൽ ഇരു വിഭാഗവും ശക്തമായ നീക്കങ്ങളിലാണ്. സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ ഏകോപന സമിതി വേണം എന്നൊരു നിലപാട് കൂടി സിദ്ധരാമയ്യയ്ക്കുണ്ട്. അങ്ങനെ സർക്കാർ പാർട്ടി ഏകോപന സമിതി രൂപീകരിച്ചാൽ അതിൽ ആരൊക്കെ അംഗങ്ങളാകും എന്നത് പ്രധാനമാണ്. ഒപ്പം ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ്? കർണാടക PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സതീഷ് ജർക്കിഹോളി എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും. അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? ആ ആവശ്യം KC വേണുഗോപാലിനോടക്കം സതീഷ് ജർക്കിഹോളി ഇതിനോടകം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. എന്നാൽ അക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്ന മറുപടിയാണ് KC വേണുഗോപാൽ നൽകിയത്. ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ നിർണായക തീരുമാനങ്ങളുണ്ടാവും. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെയോ ബുധനാഴ്ചയോ നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാളെ നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അങ്ങനെ നാളെ നടന്നാൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമാവും സത്യപ്രതിജ്ഞ ചെയ്യുക. ഒരുപക്ഷെ DK ശിവകുമാറിനൊപ്പം 7 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട്. മറ്റൊന്ന്, പൂർണ്ണ തോതിലുള്ള ഫുൾ ക്യാബിനറ്റ്, അതായത് മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും ഈ ആദ്യ സത്യപ്രതിജ്ഞയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം
ഇരു വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം ഈ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് വൈകിയേക്കും. ഇതിനിടയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനൈക്യം ഉണ്ടാകുന്നത് കേന്ദ്ര നേതൃത്വം ഗുണകരമായി കാണുന്നില്ല. മാത്രമല്ല അതൊരു പക്ഷേ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ വിപരീതമായി ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ പോകാം. ആ സാധ്യതകളും കേന്ദ്ര നേതൃത്വം മുന്നിൽ കാണുന്നു. അതുകൂടി കണ്ടുകൊണ്ട് ഒരുപക്ഷെ ഫുൾ ക്യാബിനറ്റിൻ്റെ സത്യപ്രതിജ്ഞ അത് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. DK ശിവകുമാറും ഉപമുഖ്യമന്ത്രിമാരും മറ്റു ചില മന്ത്രിമാരും മാത്രമാവും സ്ഥാനമേൽക്കുക. മറ്റൊന്ന്, സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഫോർമുലകളിൽ എന്തൊക്കെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കും, അതിൽ ഏതിനൊക്കെ DK ശിവകുമാർ പച്ചക്കൊടി കാണിക്കും എന്നതും ഏറ്റവും പ്രധാനമാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതോടുകൂടി അഹിന്ദ വോട്ടുകളിൽ കോൺഗ്രസിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു വിഭാഗത്തിന് ഉണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഉപമുഖ്യമന്ത്രി പദങ്ങൾ വീതം വയ്ക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെയാകും ഉപമുഖ്യമന്ത്രിമാർ? മാത്രമല്ല ഈ അഹിന്ദ വിഭാഗങ്ങൾ, അതായത് ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം അത് മന്ത്രിസഭാ രൂപീകരണത്തിൽ എങ്ങനെയായിരിക്കും എന്നതും നിർണായകമാണ്. മറ്റൊന്ന്, സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്ര നിലവിൽ MLC അംഗമാണ്. യതീന്ദ്രയ്ക്ക് ഏത് വകുപ്പുകളാകും നൽകുക? മന്ത്രിസഭാ രൂപീകരണത്തിൽ ജലസേചനവും വ്യവസായവും ഉപമുഖ്യമന്ത്രി പദവുമൊക്കെ ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. സിദ്ധരാമയ്യ തന്നെ ഇക്കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. യതീന്ദ്രയെ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആണ് തീരുമാനം വരേണ്ടത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4-ന് വിധാൻ സൗധയിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് രാഷ്ട്രീയ കന്നഡയുടെ എല്ലാ കണ്ണുകളും. ഹരി, എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും നിൽക്കുന്നത്. എന്തായാലും എന്തൊക്കെയായിരിക്കാം സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും എന്നത് സംബന്ധിച്ചും നിർണായകമായ ധാരണയുണ്ട്. എന്തായാലും DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയാണ്. സത്യപ്രതിജ്ഞ നാളെയാണോ അതോ മറ്റന്നാളാണോ എന്നത് സംബന്ധിച്ചുള്ള ധാരണകളൊക്കെ ലഭിക്കാനുണ്ട്. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ആം ആദ്മി പാർട്ടി മികച്ച വിജയം നേടി. 102 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ആം ആദ്മി പാർട്ടി 862 വാർഡുകളിൽ വിജയിച്ചു. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് 348 സീറ്റുകൾ നേടി. BJP 138 ഇടങ്ങളിൽ ജയിച്ചു. അടുത്ത വർഷം ആദ്യം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ പാർട്ടികൾക്കും നിർണായകമാണ്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ ടിയുടെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ ED. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. വീണയ്ക്ക് ED ഉടൻ സമൻസ് അയക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, 4 ജില്ലകൾ 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡ് ഇതെല്ലാം കണ്ടതാണ്. ഇപ്പോൾ ED ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. ED വീണയുടെ ലോക്കർ പരിശോധിക്കാൻ തയ്യാറാകുന്നു. ഉടൻ സമൻസ് അയക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. EDയുടെ പിന്നോട്ട് പോക്കില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെയാണ് ഹരികൃഷ്ണൻ മനസ്സിലാവുന്നത്. ഇഡിയുടെ നീക്കത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെ തുടർന്ന് അടിയന്തരമായ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്ന നീക്കമായിരുന്നു. അതായത് ഹൈക്കോടതി അന്വേഷണം തുടരട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അത് അടിയന്തരമായി തന്നെ അത്തരത്തിലുള്ള അന്വേഷണം വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഹരി സൂചിപ്പിച്ചതുപോലെ ഈ റെയ്ഡിന്റെ ഭാഗമായി ഉണ്ടായ ചോദ്യം ചെയ്യൽ മാത്രമേ വീണയോട് ഇതുവരെ ഇഡി നടത്തിയിട്ടുള്ളൂ. അതേസമയം തന്നെ പിടിച്ചെടുത്തുള്ള ഡിജിറ്റൽ തെളിവുകൾക്കൊപ്പം ഡിജിറ്റൽ സാമഗ്രികൾക്കൊപ്പം വീണയുടെ ഫോണുണ്ട് എന്ന് ഇഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണയുടെ സാമീപ്യത്തിലാണോ ഫോൺ പരിശോധിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വീണയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ സമൻസയ്ക്ക് വിശദമായി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ്. ഈ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ
SFIOയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് ED ഇടപെടൽ നടത്തിയിരുന്നു. ആ സമയത്ത് ഇവർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIOയുടെ അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം അതായത് സമർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ED ഇടപെടൽ നടത്തിയിട്ടുള്ളത്. EDക്ക് ഒരു കേസിൽ ഇടപെടാൻ FIR വേണം. ഒരു FIR രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമേ EDക്ക് അതിന്റെ ആ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ED സമാന്തരമായ മറ്റൊരു അന്വേഷണം നടത്താൻ EDക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം ഇടപെടലുകൾ നേരത്തെ തന്നെ ED തുടങ്ങി വെച്ചിരുന്നെങ്കിലും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടന്നിരുന്നെങ്കിലും അത് ആ സമയത്ത് നടന്നിരുന്നില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. അതേസമയം SFIO ഈ കുറ്റപത്രം എന്ന് പറയുന്നത് SFIOയുടെ കുറ്റപത്രം അഥവാ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് SFIOയുടെ ടെക്നിക്കൽ ടൈം അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഓൾറെഡി SFIO സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഈ ചാർജ് ഷീറ്റിൽ പറയുന്നതനുസരിച്ചിട്ട് വീണ PMLA പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണോ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ നടത്തിയിട്ടുള്ള കേസുകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള പണം അതിലെ പരിശോധനയിൽ വന്നിട്ടുള്ള പണം അതുപോലെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണ്. അതുപോലെ വീണയുടെ 1.5 ലക്ഷത്തിന്റെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് HDFCയുടെ ലോക്കർ ഉള്ള അതേ അക്കൗണ്ട് തന്നെയാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ED ഉള്ളത്. എന്തായാലും വീണയ്ക്ക് അടിയന്തരമായി സമൻസ് അയക്കും. മറ്റ് ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത, മകൻ ശരൺ കർത്ത തുടങ്ങിയവരെയൊക്കെ ED ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ED എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ എത്തിയിരിക്കുന്ന ഹർജി തിങ്കളാഴ്ച ആയിരിക്കും പരിഗണിക്കുക. ഹരി, വീണയ്ക്ക് ഉടൻ തന്നെ ED സമൻസ് അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ED ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ED സമൻസ് അയക്കും, ലോക്കർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മൾ കണ്ടതാണ്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരൊക്കെ തന്നെ ആ കാർ ആക്രമിക്കുകയും ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തതും അതും നല്ല വടിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് ഇഷ്ടികയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ കേസിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന് വരും. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. കേസിൽ 6 പ്രതികൾ കൂടി പിടിയിലായി. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 25 ആയി. സാരംഗ് സുധാകരൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, 300ഓളം പ്രതികളുണ്ട്, അതിൽ 25 പേർ പിടിയിലായി. പ്രാഥമിക അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്, അതുകൊണ്ട് തന്നെ സമയം വേണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാനാണ് സാധ്യത? ജാമ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹരി, ഈ ഒരു കേസിൽ പ്രധാനമായും ഒരു ജാമ്യത്തിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം തുടക്കം തൊട്ട് തന്നെയുള്ള അതായത് ആക്രമണ പരമ്പരയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും അത് പോലീസ് കൃത്യമായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പോലീസിന്റെ വീഡിയോ റെക്കോർഡിങ്ങുകളടക്കം ഇപ്പോൾ എല്ലാ രീതികളിലും അതായത് എല്ലാ പ്രതിഷേധ സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അറസ്റ്റിലേക്ക് കടന്നത്. അതായത് 300ഓളം കണ്ടാൽ അറിയാവുന്ന 300ഓളം പേരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായി ആരൊക്കെയാണ് ആക്രമണത്തിന് തുടക്കമിട്ടത്, അതിൽ കൂടുതലായി വാഹനത്തിന് ആക്രമണം നടത്തിയതും ഒപ്പം ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അത്ര എളുപ്പമാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ ഈ ഒരു പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയ ഈ ആക്രമണം നടത്തിയവരെ പിന്നീട് പാർട്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. അതായത് അകത്ത് കയറി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന മുൻ വാർഡ് കൌൺസിലർ അടക്കം അറസ്റ്റിലേക്ക് നീങ്ങിയത് പോലീസിന്റെ കടുംപിടുത്തം അല്ലെങ്കിൽ പോലീസ് കൃത്യമായി ഒരു സ്റ്റാൻഡിൽ നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് പാളിച്ചുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ആൾക്കൂട്ടം അവിടെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതിന് വേണ്ട രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു ആഭ്യന്തര അന്വേഷണവും പോലീസിനെതിരെ ഒരു നടപടി അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കടക്കമുള്ള ഒരു നടപടിക്കുള്ളൊരു ശുപാർശ ഉടനടി തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയവരെ അത്ര എളുപ്പത്തിൽ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസ് നൽകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോലീസ് കോടതിയിൽ ഈ ഒരു ജാമ്യ ഹർജിയെ പ്രതിരോധിക്കുക. മാത്രമല്ല അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പ്രതികൾക്ക്. പ്രതിഭാഗം മുന്നോട്ട് വെക്കാൻ പോകുന്നത് മറ്റ് പല കാരണങ്ങളുമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സെൻട്രൽ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വധശ്രമം നടത്തുക, വാഹനം പൂർണ്ണമായും തകർക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഹരി, ജാമ്യം കിട്ടാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും എന്തായിരിക്കും എന്ന്
ഉത്തരവ് വരാൻ പോകുന്നത്? ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളിലേക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. സാരംഗ് പോകരുത്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കും കൂടെ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്തിമ ശാസ്ത്രീയ റിപ്പോർട്ട് SIT കൈമാറി. ജംഷഡ്പൂരിലെ നാഷണൽ മെട്രോളജിക്കൽ ലാബിലെ റിപ്പോർട്ടാണ് കൈമാറിയത്. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായിട്ടാണ് സൂചന. സാരംഗ്, ഒരു ആന്റി ക്ലൈമാക്സ് ആണോ അത്? കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ല എന്നുള്ളതാണല്ലോ പരിശോധനയിൽ കിട്ടുന്നത്. ഹരി, തീർച്ചയായും. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെ ആരോപിച്ച ഒരു കാര്യമായിരുന്നു പ്രധാനമായിട്ടും സ്വർണ്ണപ്പാളി അവിടെ നിന്നും മാറ്റി, അല്ലെങ്കിൽ അവിടെ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരികെ അവിടെ എത്തിച്ചത് എന്നായിരുന്നു വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ ഇതിന് എതിരായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജംഷഡ്പൂരിൽ നിന്നും നടത്തിയ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണ്ണപ്പാളിയിൽ നിന്നും ഈ ഒരു കട്ടിളപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൽ നടക്കമുള്ള സ്വർണം പൂശിയ സ്വർണം, ആ സ്വർണ്ണമാണ് കൊള്ളസംഘം കൊള്ള നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു വ്യാപ്തി കുറവുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ, അതായത് മറ്റ് ശബരിമല എന്ന് പറയുന്നത് വളരെ അമൂല്യമായ പല വസ്തുക്കളും സൂക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണം പൂശിയ പല ഭാഗങ്ങളുമുള്ള ഒരു വലിയ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും പാളി മാറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയ പാളി അല്ല തിരികെ കൊണ്ടുവന്നത് എന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ തെറ്റാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അധികം വൈകാതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റപത്രം കൊല്ലം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ പ്രതികൾക്കും, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. ആ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് തുടക്കം തൊട്ട് തന്നെ അന്വേഷണ സംഘവും കോടതിയും നിർദ്ദേശം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. ഒപ്പം ഇതിൽ വലിയ വെല്ലുവിളിയായി നിന്നിരുന്ന തൊണ്ടി മുതൽ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ഒരു പൂശിയ സ്വർണം പ്രതികൾ കൈക്കലാക്കിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. ആ കൈക്കലാക്കിയ സ്വർണം കോടതിയിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ അതിന്റെ തൊണ്ടി മുതൽ ഹാജരാക്കുക എന്നൊരു വലിയൊരു വെല്ലുവിളി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ട്. അതെങ്ങനെ മറികടന്നു, അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാൻ പോകുന്നു എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേസ് ബലമായി നിൽക്കുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പല കൊള്ളകളും, അല്ലെങ്കിൽ പല തട്ടിപ്പുകളും ഇതിന്റെയൊക്കെ മറവ് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരി, കൂടുതൽ വിശദാംശങ്ങൾ ഉടനെ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ആന്റി ക്ലൈമാക്സ് ഒക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കഥ മാറുന്നത് എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാനാകാതെ ഇടതുമുന്നണി. ഉപനേതാവ് പദവി വേണമെന്ന് CPI നിർബന്ധം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPMന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സഭാ സമ്മേളനത്തിന് മുൻപ് മുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരാറാണ് പതിവ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നയപ്രഖ്യാപനവുമൊക്കെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ മുന്നണിക്ക് കക്ഷിയോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. സാങ്കേതികമായി ഇല്ലാത്ത ഒരു പദവിക്ക് വേണ്ടിയാണ് CPM-ഉം CPI-യും തർക്കിക്കുന്നത്. നിയമസഭാ ചട്ടങ്ങളിൽ ഒരിടത്തും പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയില്ല. എന്നാൽ 2006 മുതൽ രണ്ട് മുന്നണികളും ഉപനേതാവായി തങ്ങളുടെ മുതിർന്ന MLA-മാരെ ഉയർത്തിക്കാട്ടാറുണ്ട്. സഭാ നടപടികളിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർമാർ ഉപനേതാവ് എന്ന് സംബോധന ചെയ്യാനും തുടങ്ങി. G. കാർത്തികേയനും കോടിയേരി ബാലകൃഷ്ണനും MK മുനീറും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അങ്ങനെ വിവിധ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ ഉപനേതാക്കളായി. ഇടതുമുന്നണി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃപദവിയും CPM-ആണ് കൈവശം വയ്ക്കാറുള്ളത്. ഇത്തവണ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആദ്യമേ CPI ആവശ്യപ്പെട്ടു. അത് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM-ന്. എന്തായാലും CPM നിലപാടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിച്ചേ തീരും. അത് CPI ശ്രമിക്കുകയാണ്. CPM-ന്റെ നിയമസഭാ കക്ഷിയോഗം ചേരാനും ഇത്തവണ വൈകി. ഇന്നലെ ചേർന്ന യോഗം നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. കൊട്ടാരക്കര MLA-യും മുൻ ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ തീരുമാനം. CPI തർക്കമുന്നയിക്കുന്നതിനാൽ അതിലേക്ക് കടക്കാനും കഴിയുന്നില്ല. പദവി CPM വിട്ടു നൽകിയാൽ ഒല്ലൂർ MLA-യും മുൻ റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഉപനേതാവാകും. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ചാലക്കുടി MP-യുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് അന്ത്യം. എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിൽ AK ആന്റണിയുടെ വിശ്വസ്തനുമായിരുന്നു. മുതിർന്ന CPM നേതാവ് TP ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട് മുൻ മേയറാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായിരുന്നു.
ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ജനവാസ മേഖലയാണ്, അവിടെ കാട്ടാന ഇറങ്ങുന്നു. ഇപ്പം മോഹനൻ എന്ന കർഷകനാണ് മരണപ്പെട്ടത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഹരി, സംസ്ഥാനത്ത് വീണ്ടും ഒരാൾ കൂടി ഈ കാട്ടാനക്കലിയിൽ ഇല്ലാതാവുകയാണത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ വനമേഖലയുടെ അടുത്തുള്ള സാഹചര്യത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ ഇതുവരെയും ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളതിൽ വലിയ പ്രതിഷേധമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വൈശ്ശേരി മോഹനനാണ് മരിച്ചത്. വൈശ്ശേരിയിലാണ്, അതായത് അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത്. വൈശ്ശേരി സ്വദേശി മോഹനനാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം ഈ കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് പുരയിടത്തിൽ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് ആനയെ ഓടിക്കാൻ എത്തിയതാണ് മോഹനൻ. അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് നിരന്തരമുള്ള ശല്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ശബ്ദമുണ്ടാക്കുകയും ആനയെ ഓടിക്കാനുള്ള മറ്റു തന്ത്രങ്ങളും ഒക്കെ ഈ കർഷകർ ഉപയോഗിച്ചിരുന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സധൈര്യം ആ ഒരു സമയത്ത് ആനയുടെ മുന്നിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ആന തിരിച്ച് കലികൊണ്ട് ആന മോഹൻ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഈ മോഹനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റിയിരിക്കുന്നത് അതിരപ്പള്ളിയിലെ. അതേസമയം തന്നെ ഈ വലിയ പ്രതിഷേധമാണ്. അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലുണ്ട്. 10 മണി മുതൽ ഹർത്താലാണ്. അതുപോലെ അന്തർ സംസ്ഥാന പാത ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇത്തരം ഇടപെടലുകൾ. എന്തായാലും വലിയ അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തിൽ തന്നെ 6 പേരാണ് ഈ കഴിഞ്ഞ ഈ ഒരു വർഷം തന്നെ കാട്ടാന ആക്രമണത്തിലും അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിലും മരിച്ചിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുകയും ആ ഒരു സമയത്തേക്ക് മാത്രം ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം, അല്ലെങ്കിൽ ഫെൻസിങ്ങുകൾ ഒരുക്കാം, കിടങ്ങുകൾ ഒരുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിന്റെ സുരക്ഷിതത്വം മാനിക്കാതെ കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങളാണ് മിക്കവാറും എല്ലാ ഈ വനമേഖലയോടും അടുത്ത് താമസിക്കുന്ന ഇടങ്ങളിലുള്ളത്. ഈ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നത് തടയാനുള്ള നടപടിക്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇദ്ദേഹത്തിന് ഈ കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഹരി, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിരപ്പള്ളിയിലെ ഹർത്താലും ഉണ്ട്. വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ ഇത് ഒരു വർഷത്തിനിടയിൽ ഇത് 6ാമത്തെ മരണമാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരും നിൽക്കുന്നത്. മോഹനൻ എന്ന കർഷകനാണ് പുലർച്ചെ 2:30 കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. കാട്ടാനയുടെ വരവ് കണ്ട് അവിടെ നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് മോഹനൻ പലപ്പോഴായി തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ 2:30 മോഹനൻ കൊല്ലപ്പെടുന്നത്. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ജീവനെടുക്കുകയാണ് കാട്ടാന. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മുക്കം എരഞ്ഞിമാവിൽ NIA പരിശോധന. ഹാരിസ് എന്നയാളിൻ്റെ എക്സലന്റ് ബ്രിക്സ് സ്ഥാപനത്തിലും വീട്ടിലുമാണ് പരിശോധന. ഫെബ്രുവരിയിൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ആസാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആസാദ്, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് പുലിയത്തൂർ പഞ്ചായത്തിലെ സ്വദേശി ആരിഫിന്റെ വീട്ടിലും അതുപോലെ തന്നെ സ്ഥാപനത്തിലും നിർമ്മാണ സ്ഥാപനത്തിലും NIA പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഫെബ്രുവരി 2 മലപ്പുറം ജില്ലയിലെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ
പരിധിയിലുള്ള ശരി, അതിന്റെ പ്രശ്നമുണ്ട്, ശബ്ദം ക്ലിയർ ആവുന്നില്ല. എന്തായാലും മുക്കം എരഞ്ഞിമാവിൽ NIA പരിശോധന നടക്കുകയാണ്. എക്സലന്റ് ബ്രിക്സ് സ്ഥാപനത്തിൽ ആണ്, വീട്ടിലുമാണ് പരിശോധന. ഹാരിസ് എന്ന ആളുടെ വീട്ടിലും എക്സലന്റ് ബ്രിക്സ് സ്ഥാപനത്തിലുമാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ആസാദിലേക്ക് നമുക്ക് വേഗം എത്താം. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കളമശ്ശേരി നഗരസഭാ കുളത്തിൽ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കങ്ങരപ്പടി അക്വിഡേറ്റ് റോഡിന് സമീപമുള്ള നഗരസഭാ കുളത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ രോഹിത് എന്ന വിദ്യാർത്ഥി മുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും എത്തി രോഹിത്തിനെ കരക്കെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ തെരുവുനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചു മുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 61-കാരി ഓമനയുടെ ഇടതുകൈ വിരലിലാണ് കടിച്ചെടുത്തത്. മറ്റ് 3 പേർക്ക് കൂടി ഈ നായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഹരി, പ്രദേശത്ത് ഏറെ നാളായി ഈ തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഈ പറയുന്ന പെഴുമൂട് സ്വദേശിയായ ഓമന എന്ന 61-കാരിക്ക് നേരെയാണ് ആക്രമണം നടത്തുകയും അവരുടെ വിരലിന് നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശവാസികളായ ഇവരുടെ അയൽവാസികളായ മറ്റ് ചിലർക്കും ഷാമിന ബീബി എന്ന 51-കാരിക്കും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് മാഹിൻ കണ്ണ എന്ന 56-കാരനും തുടങ്ങി സമീപവാസിയായ മറ്റു ശ്രീകണ്ഠൻ എന്ന് പറയുന്ന 67-കാരൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ തിരുവായുടെ ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പട്ടി ആക്രമണം സൃഷ്ടിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ ഈ നായയെ കീഴ്പ്പെടുത്തി അടച്ചിടുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടു കൂടി നോക്കുമ്പോൾ നായ ചത്ത ഒരവസ്ഥയിലായിരുന്നു കണ്ടെത്തുന്നത്. അത് കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചു. എന്തായാലും അവർക്ക് പ്രാഥമിക ശുശ്രൂഷയും അടിയന്തരമായ ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ഓമന ഇപ്പോൾ വീട്ടിലേക്ക് വന്നൊരു പശ്ചാത്തലവും കൂടി ഉണ്ട്. ഹരി, അല്ല, വീട്ടിലേക്ക് എത്തിയത് മനസ്സിലായി. പക്ഷെ ഓമനയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ബാക്കി മറ്റു 3 പേരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നും കൂടി ഉള്ളത് ഒരു ചോദ്യം. 2, ഈ പ്രദേശത്ത് ഇത്രയധികം പ്രശ്നമാണോ ഈ തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം? അത് വലുതായി ഭയങ്കരമായി തെരുവ് നായ്ക്കൾ ഉള്ള ഒരിടവും കൂടിയാണോ? അതുമായിട്ട് എന്തെങ്കിലും നടപടികൾ, അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഹരി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ ഈ പറയുന്ന തെരുവുനായ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. മാത്രമല്ല, വീരനാകാവ് പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 12 പേർക്ക് കടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയാണ് ഈ ഒരു പറയുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഈ പറയുന്ന 4 പേരെ ആക്രമിക്കുക മാത്രമല്ല ഒരാളുടെ വിരൽ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം. വളരെ ഗൗരവമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം ഈ കടിയേറ്റ മറ്റുള്ളവർക്ക് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. കാരണം ഈ നായ ചത്തുപോയ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ കൂടുതൽ ആശങ്ക ഉണർത്തുന്നു. അതിന് മറ്റ് വിഷബാധകൾ അത് സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതർ ഇടപെട്ട് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷയും അടിയന്തര വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഹരി, ശരി, ഇതിനു മുമ്പും ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ 12 പേരെ കടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. എന്തായാലും പരിക്കേറ്റ 61 വയസ്സുകാരിയായ ഓമന തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു 3 പേർക്കും കൂടി കടി കിട്ടിയെങ്കിൽ പോലും അത് സാരമായ പരിക്കല്ല എന്നതാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസ് നടപടികൾ ഇന്നറിയാം. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിലേക്ക് ഇന്നലെ കൈമാറിയിരുന്നു. ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അൻസിബയും പരാതിയുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ
ദിവസത്തെ IPL മത്സരം പ്രത്യേകിച്ച് ക്വാളിഫയർ 2 ആയിരുന്നു. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന മത്സരം. പക്ഷേ ആ മത്സരത്തെക്കാൾ ഉപരി നമുക്ക് സംസാരിക്കേണ്ടത് വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ തീർക്കുന്ന മാജിക്കൽ സ്ഫോടനങ്ങളാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിലായി അദ്ദേഹത്തിന് 3 ഇന്നിങ്സുകളിൽ, ഒരു ഇന്നിങ്സ് 38 പന്തിൽ നിന്ന് 93 റൺസ്, മറ്റൊന്ന് 29 പന്തുകളിൽ നിന്ന് 97 റൺസ്, മറ്റൊന്ന് 47 പന്തുകളിൽ നിന്ന് 96 റൺസ് ആണ് എടുത്തത്. 3 കളികളും എടുത്തു നോക്കിയാൽ സെഞ്ചുറി തികച്ചില്ല എന്നുള്ളൊരു വലിയ പ്രശ്നവും കൂടിയുണ്ട്. എല്ലാം 93, 97, 96 റൺസിനാണ് നിൽക്കുന്നത്. ഒട്ടും സെൽഫിഷ് അല്ലാത്ത ഈ വണ്ടർ ബോയ് ഇപ്പോൾ ഇന്റർനെറ്റ് സെൻസേഷനായി മാറുകയാണ്. എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് ഇടം പിടിക്കണം, T20 ടീമിലേക്ക് വരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു സെഞ്ചുറി ഡിസേർവിംഗ് ആയിരുന്നു. കോമന്റേറ്റേഴ്സ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്ന ഒരു സെഞ്ചുറിയാണ്. പക്ഷേ സെഞ്ചുറികൾ ഇനിയും വരും, അത് തനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ടീമാണ് മുഖ്യം എന്നതാണ് വൈഭവ് സൂര്യവംശി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നത്. അതിനിടയിൽ ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റനായ റിയാൻ പരാഗ് വൈഭവ് സൂര്യവംശിയെ വഴക്ക് പറയുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു. സെഞ്ചുറി അടിച്ചാൽ പോരായിരുന്നോ എന്ന് റിയാൻ പരാഗ് ചോദിക്കുന്ന ദൃശ്യങ്ങളും വൈറലായി മാറി. പക്ഷേ ഈ 15 വയസ്സുകാരന് അവിടെ ജോഫ്ര ആർച്ചറൊക്കെയാണ് നെറ്റ്സിൽ എറിഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പാറ്റ് കമ്മിൻസിനെയൊക്കെ 3 6 ഒരു ഓവറിൽ അടിക്കുക എന്നത് ഇപ്പോൾ ഏറ്റവും പ്രൊഫഷണലായി നിൽക്കുന്ന പ്ലേയേഴ്സിന് പോലും പറ്റാത്തതാണ് ഈ 15 വയസ്സുകാരൻ നേടിയെടുക്കുന്നത് എന്നതും കൂടിയുണ്ട്. വൈഭവ് സൂര്യവംശി നെക്സ്റ്റ് വണ്ടർ ബോയ് ആവുന്നു ഇന്ത്യൻ ടീമിന് എന്ന് വേണം തന്നെ പറയാൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് പുറത്തായി. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് കഴിഞ്ഞ മത്സരം ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഫൈനൽ നാളെ നടക്കാൻ പോവുകയാണ്. IPL ഫൈനൽ RCB വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഫൈനൽ. രജത് പത്തീദാറും ശുഭ്മൻ ഗില്ലും നേർക്കുനേർ വരുന്നു. ദ പ്രിൻസ് വേഴ്സസ് ദ കിങ് എന്നാണ് ഇപ്പോൾ ഇന്റർനെറ്റ് പറയുന്നത്. കിങ് കോഹ്ലിയും പ്രിൻസ് ഗില്ലും തമ്മിലുള്ള ഫൈനൽ ഞായറാഴ്ചയാണ് നടക്കുന്നത്. വൈകുന്നേരം 7:30 മത്സരം നടക്കുന്നത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറുകയാണ് കറുപ്പ്. 300 കോടി ക്ലബിലേക്ക് ചിത്രം ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്റർടൈൻമെന്റ് മേഖലയിൽ നിന്നും RJ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏകദേശം സൂര്യയ്ക്ക് ഒരു 13 വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഇത്രയും വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. സൂര്യ റിപ്പോർട്ടറും JBയും ഒക്കെ വന്നെങ്കിൽ പോലും അതൊക്കെ OTT റിലീസായിരുന്നു. അതിനിടയിൽ തിയേറ്ററിൽ ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കുന്നു. സൂര്യയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ 300 കോടി ക്ലബ്ബ് ചിത്രവും കൂടിയായിട്ടാണ് കറുപ്പ് മാറുന്നത്. JK വിഷ്ണുവാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. തൃശ്യാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഇന്ദ്രൻസിൻ്റെയും സ്വാസികയുടെയും ഉൾപ്പെടെയുള്ള മലയാളി താരങ്ങളുടെ പ്രകടനങ്ങളും വലിയ അഭിപ്രായങ്ങളാണ് നേടുന്നത്. ഇന്ദ്രൻസിൻ്റെ അഭിനയത്തെക്കുറിച്ച് തമിഴ്നാട്ടിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അങ്ങനെ സൂര്യയ്ക്ക് ഒരു വലിയ ഹിറ്റ് 13 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ നിന്നും കിട്ടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന 2 അക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിൻ്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോന്നവയായതിനാൽ അതിനെ നേരിടാൻ അത്യന്തം ശക്തമായ നിയമ സംവിധാനങ്ങളാണ് EDക്ക് നൽകിയിട്ടുള്ളത്. മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഥിരം സന്ദർശകനായി പടയപ്പ. സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്ന പച്ചക്കറി മാലിന്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് കാട്ടുകൊമ്പന്റെ വരവ്. ഇതോടെ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പടയപ്പ എത്തുന്നത് കുറഞ്ഞു. ഏതാനും ആഴ്ചകളായി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിലെ
സ്ഥിരം സന്ദർശകനാണ് പടയപ്പ. ഓരോ ദിവസവും പച്ചക്കറി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കുമ്പോൾ പടയപ്പയും ഹാജരാകും. പച്ചക്കറികൾ അകത്താക്കി മടങ്ങും. പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണെങ്കിലും ജീവനക്കാർക്ക് അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറില്ല പടയപ്പ. നിലവിൽ അപകടകാരിയല്ലെങ്കിലും ഭീതിയിലാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. வெயில் வரும், ஆனால் அது வர்றது ஒரு டைம் இங்கே வந்து குறித்து சொல்ல முடியாது. 3 மணிக்கு மேலே 3 மணி ஒரு 2:15 அதுக்கு பிறகு வந்துட்டு, ஆனால் நல்ல முறை நல்ல வேஸ்ட்டு வந்து இது காய்கறி வேஸ்ட்டு மட்டும்தான் கொடுப்பாங்க. அப்புறம் மற்றபடி பிளாஸ்டிக் வேஸ்ட்டு எதுவுமே அது சாப்பிடாது. நல்ல வேஸ்ட்டாக சாப்பிடாது, நல்ல காய்கறியாக விட்டா சாப்பிடுது. அவங்க சாப்பிட்டுட்டு அவங்களா திரும்பி விடுறாரு. மக்கள்கிட்ட எந்த தொந்தரவும் கிடையாது. இது தோட்ட தொழிலாளருக்கு அந்த ஏரியாவுக்கும் போக கிடையாது. சாப்பிட்டு கீழே போவார், திருப்பி அந்த டயத்துக்கு கணக்கு பண்ணி வருவார். வந்துட்டு அவர் சாப்பிட போகும். அதுதான் கிடையாது. വേറെ മറ്റപടി എന്താ പ്രശ്നം ഇല്ല. മാലിന്യ പ്ലാന്റിലെ പതിവുകാരനായതോടെ പടയപ്പയുടെ തോട്ടം മേഖലയിലെ കറക്കം കുറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ പച്ചക്കറി കൃഷി ലക്ഷ്യമാക്കിയുള്ള വരവും കുറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾക്കായി റീവാലുവേഷൻ പോർട്ടൽ ജൂൺ 1 പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE അറിയിച്ചു. വിൻഡോ ഇന്നലെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സുതാര്യവും സുഗമവും പിശകുകളില്ലാത്തതുമായ പ്രക്രിയ ഉറപ്പാക്കാനാണ് കൂടുതൽ സമയം എടുക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം. ഇനി മുതൽ പോസ്റ്റ് റിസൾട്ട് വെരിഫിക്കേഷൻ റീ ഇവാലുവേഷൻ പോർട്ടൽ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും CBSE വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പോസ്റ്റ് റിസൾട്ട് സേവനങ്ങൾ ആക്സസ് ചെയ്യുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായി പരാതി ഉയർന്നിരുന്നു. ഹയർ സെക്കൻഡറി CBSE പരീക്ഷയിൽ കണക്കിന് 100-ൽ 100 നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇത്തരത്തിൽ അപൂർവ നേട്ടം കൈവരിച്ചവരിൽ ഒരാളാണ് മലപ്പുറം മങ്കട സ്വദേശി സരുൺ. മലപ്പുറം ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ച ഏക വിദ്യാർത്ഥി കൂടിയാണ് പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാനികേതൻ സ്കൂളിലെ അഭിമാനമായ മെഡിക്കൽ. CBSE +2 ഫലം വന്നപ്പോൾ മുതൽ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. ഈ പരീക്ഷയുടെ പേപ്പർ പരിശോധിച്ചതിൻ്റെ നിലവാരത്തെക്കുറിച്ചും വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വിവാദങ്ങൾക്കൊക്കെ ഇടയിലും തൻ്റെ പ്രതിഭ കൊണ്ട് മാറ്റുകൂട്ടിയ ഒരു ഫലം നേടിയ ഒരു മിടുക്കനുണ്ട്. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലെ +2 വിദ്യാർത്ഥിയായ സരുണാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാത്സിൽ മുഴുവൻ മാർക്ക് നേടിയാണ് ഈ മിടുക്കൻ വിജയിച്ചിട്ടുള്ളത്. അതായത് 100-ൽ 100 പെർഫെക്റ്റ് സ്കോറാണ് നേടിയിട്ടുള്ളത്. എന്താണ് ഈ മാത്സിലെ ഈ മാജിക്കിൻ്റെ രഹസ്യം? ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ സാറ് കുറേ ക്വസ്റ്റ്യൻസ് തരും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്നും എക്സാമിൻ്റെ അന്നും എപ്പോഴും ഒരാഴ്ച മൊത്തം സാറെന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നല്ലൊരു മാർക്ക് കിട്ടി. കുട്ടിക്കാലം മുതലേ മാത്സിനോടാണോ ഇഷ്ടം? മാത്സിനോട് തന്നെ. ബാക്കി സബ്ജക്റ്റിനെക്കാട്ടിലും മാത്സ് ചെയ്യാനൊരു എളുപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇഷ്ടം. ബാക്കി സബ്ജക്റ്റിലൊക്കെ എങ്ങനെയുണ്ട് മാർക്ക്? ബാക്കി സബ്ജക്റ്റിന് എല്ലാം അബവ് 90 ആണ്. പക്ഷേ ഇംഗ്ലീഷിന് മാത്രം 8 ആണ്. ബാക്കി ഈ കണക്കിനോടുള്ള ഇഷ്ടം എപ്പോൾ തുടങ്ങിയതാണ്? കണക്കിനോട് ഇഷ്ടം ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ വലിയ ക്ലാസ്സിലെത്തുമ്പോഴാണ് കുറച്ചും കൂടി പാടായിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത് 9ാം ക്ലാസ് തൊട്ടൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ആ ഒരു സന്തോഷം വരും. നേരത്തെ പറഞ്ഞു +2കാരെ കണക്കൊക്കെ 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ ഈ ട്രിഗ്നോമെട്രി അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റി സുഖമായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെ ചെയ്യാനൊക്കെ ഇത് വന്നു. അപ്പോൾ അത് ചെയ്തു. മാത്സിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാൽക്കുലസ് തന്നെ. അത് ചിന്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ഇഷ്ടം. ശിശുഷൻ എന്താണെങ്കിലും ഒരു അപ്രതീക്ഷിത നേട്ടം അവിടെ നേടിയത്. അപ്രതീക്ഷിത നേട്ടം എന്ന് പറയാൻ പറ്റില്ല. സരുണിനെ കുറിച്ച്, സരുണിനെ 10th സമയത്ത് തന്നെ നമ്മുടെ 10th സാറ് ലിബിൻ സാറ് വളരെ നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10th വളരെ ചെറിയ മാർക്ക് കൊണ്ടാണ് ഫുൾ മാർക്ക് എത്താതെ പോയത്. അപ്പോൾ ലിബിൻ സാർ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. +2 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സരുണും സാരംഗനും, സരുണിൻ്റെ ട്വിൻസ് ആയിട്ടുള്ള സാരംഗുണ്ട്, അയാൾക്ക് 90 അബോണ് മാത്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഫുൾ മാർക്ക് കിട്ടാനൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ട്രെയിനിങ് ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ചെയ്യുന്ന ഒരാൾ സരുണായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പുതിയ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ പോലും സരുണിൻ്റെ ഒരു രീതിയിൽ, അപ്പോൾ നമ്മൾ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ രീതിയിൽ അതിന് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം സരുണ ആദ്യം മുതലേ, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഈ CBSEയുടെ പുതിയ മാർക്കിംഗ് സിസ്റ്റം പ്രകാരം പല കംപ്ലയിൻസും നമ്മളിപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പേപ്പർ ഇവരുടെ പ്രിൻ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത സമയത്ത്, ആസ് എ മാത്സ് ടീച്ചർ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റ് വാല്യുവേഷൻ ആയിട്ടായിരുന്നു.
അതായത് അവർ കറക്റ്റ് എഴുതിയതിനുള്ള മാർക്കുകളൊക്കെ കൃത്യമായി കൊടുക്കുന്നൊരു സംവിധാനമാണ് CBSEയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനത് വാല്യൂ റീചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ തോന്നി. ചില 1-2 മിസ്റ്റേക്സുകളുണ്ട്. അത് എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലുള്ള ചില മിസ്റ്റേക്കുകൾ അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള സാരംഗിന് ഒരു മാർക്ക് ഒരു ഒബ്ജക്റ്റീവ് ശരിയായിട്ട് പോലും അത് മിസ്റ്റേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും സംഭവിക്കുന്ന ചെറിയ എറർ പോലെ ഇവിടെ ഇപ്പോഴും സംഭവിച്ചു എന്നല്ലാതെ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോകുന്നൊരു സംവിധാനം നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ്. അതെ, അതിൻ്റെ ഇടയിലും സരുണിൻ്റെ ആൻസർ ഷീറ്റിൽ പെർഫെക്റ്റ് സ്കോർ കിട്ടി എന്നുള്ളതാണ് സരുണിന് ഒരു വലിയ വിജയമായിട്ട് തോന്നുന്നത്. നമ്മൾ സ്കൂളിൽ പല വർഷങ്ങളിലും വലിയ സ്കോറിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എൻട്രൻസിന് പോലും നല്ല റാങ്ക് കിട്ടിയ കുട്ടികൾക്കും +2 മാത്സിൽ ഫുൾ മാർക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് +2 മാത്സിൽ 100 ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അങ്ങനെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ചിലപ്പോൾ അങ്ങനെ കുട്ടികൾ ഉണ്ടാവാം എന്ന് തോന്നുന്നു. പ്രിൻസിപ്പൽ ഹരിദാസ് മാഷോട് ചെയ്യുന്നുണ്ട്. ഈ പെർഫെക്റ്റ് സ്കോർ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ എവിടെയില്ല, അതേപോലെ CBSE സ്കൂളുകൾ എത്രയിടത്തുണ്ടെന്ന് അറിയാൻ കഴിയും. ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ എടുത്ത് പരിശോധിച്ചപ്പോൾ മാത്സിലാർക്കും പെർഫെക്റ്റ് സ്കോർ കിട്ടിയില്ല. ഇതിപ്പോൾ നാഷണൽ ടോപ്പർ എന്ന് അറിയപ്പെടുക. ഈ 100 ഔട്ട് ഓഫ് 100 മാത്സിൽ വളരെ കുറവാണ്. നാഷണൽ ടോപ്പർ നാഷണൽ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. 100 കിട്ടിയ കുട്ടികൾക്ക് നാഷണൽ മെറിറ്റ് അവാർഡ് CBSE കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് കുട്ടികളുടെ എണ്ണമാണ് അതിൽ കാണാനുള്ളത്. നാഷണൽ ലെവലിൽ തന്നെ കുറച്ച് കുട്ടികളേ ഉള്ളൂ മാത്സിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയ കുട്ടി. അതിപ്പോൾ മലപ്പുറം ജില്ലയിലില്ല, വേറെ സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ എവിടെയില്ല. ഞാൻ എപ്പോഴും വിളിച്ച് ചോദിച്ചു. സ്കൂളിൻ്റെ അഭിമാനമാണ് സരുൺ ആദ്യം മുതലേ അതിനു വേണ്ടി വളരെ സിമ്പിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നല്ല ഒരു അഭിമാന നേട്ടമാണ്. അച്ഛൻ സാജും അമ്മ രാജശ്രീയും ചേരുന്നുണ്ട്. അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ നേടിയത്. അതെ, വളരെ സന്തോഷമുണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇതൊക്കെ. അവൻ്റെ കഷ്ടപ്പാടാണ്, പിന്നെ സാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഇതൊക്കെ കൂടിക്കൊണ്ടാണ്. നല്ല മാത്സ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പ്രതീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര മാത്രം ഫുൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് പറഞ്ഞ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. സാറാണ് പറഞ്ഞിരുന്ന് കിട്ടും, നമുക്ക് അത്രയ്ക്ക് വിചാരിച്ചിരുന്നില്ല. എന്താണ് ഇനി സാറിൻ്റെ അടുത്ത ലെവലിലുള്ള പ്ലാനുകളൊക്കെ? എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിന് കയറിയിട്ടുണ്ട്, എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുവാണെങ്കിൽ അതിൽ കയറും. എഞ്ചിനീയറിംഗ് തന്നെയാവും മിക്കവാറും കയറും. അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഇനി അല്ലേ? എന്തായാലും കണക്കിനെ കൂടെ പിടിച്ചതാണ് ഇനിയുള്ളത്. അങ്ങനെ കണക്ക് നോക്കിയിട്ട് വില കൊടുക്കും. ഈ ഒരുപാട് കുട്ടികൾ കണക്ക് തെറ്റിപ്പോകുന്ന സംഘത്തിലിരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഈ കണക്കിൽ ഈ ഒരു പഠിക്കാനുള്ളൊരു എളുപ്പവഴി എന്താ കണക്ക്? അത് ഒരു സന്ദേശമായിട്ട് നമുക്ക് പറയാം. എന്നും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കാണുക, പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നും. ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ സിമ്പിളായി കിട്ടും. ആണെങ്കിലും സരുണിന് ഈ സ്കൂളിൻ്റെ മാത്രമല്ല ജില്ലയുടെ തന്നെ അഭിമാനമാണ് എന്ന് അധ്യാപകരും രക്ഷിതാക്കളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് ഷീറ്റ് തന്നെ അത് തെളിയിക്കുന്നതാണ്. എന്താണെങ്കിലും തുടർച്ചയായി തുടർന്നും വലിയ നേട്ടങ്ങളിലേക്ക് സരുൺ എത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. CB അനുമോദ്, ന്യൂസ് 18. ആ റിപ്പോർട്ടോടുകൂടി 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.